ടെറി എന്നൊരു പെൺകുട്ടി, അതുപോലെ കടലിലെ അത്ഭുത കാഴ്ചകൾ, കാട്ടിനുള്ളിലൊരു മനോഹരമായ പബ്ബ്, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണവും, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരും. വളരെ മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, അഖിലാണ്. നമുക്കിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി നമ്മളിന്ന് പോകുന്നത് ബ്രിട്ടീഷ് കോളനിയുടെ ചരിത്രം വിളിച്ചോതുന്ന, അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട വളരെ മനോഹരമായ കടൽ കടന്നക്കരെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. 1837 മുതൽ 1901 വരെ ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ അയർലൻഡിൻ്റെയും രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്ഥലത്തിന് വിക്ടോറിയ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രൊവിൻസിലുള്ള വാൻകൂവർ ഐലൻഡ്സിലാണ് വിക്ടോറിയ എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലൻഡിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ദ്വീപിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കാറിനെയോ ബസ്സിനെയോ അല്ലെങ്കിൽ ട്രെയിനിനെയോ ആശ്രയിക്കാൻ സാധിക്കില്ല. ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുള്ള ഒരു ഫെറി സർവീസിനെയോ അല്ലെങ്കിൽ ഒരു സീപ്ലെയിൻ സർവീസിനെയോ ആശ്രയിച്ച് വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് BC ഫെറി സർവീസിലാണ്. എയർപോർട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത വളരെ മനോഹരമായ ഒരു ടെർമിനൽ. നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത് സവാസൻ എന്ന് പറയുന്ന ഒരു ടെർമിനലിൽ നിന്നാണ്. ഈ ടെർമിനലിനെയും വാൻകൂവർ ഐലൻഡ്സിനെയും കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മണിക്കൂറിലും ഫെറി സർവീസ് നടത്തുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വാൻകൂവർ ഐലൻഡ്സിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ടെർമിനലിൽ ഫെറിയും കാത്തിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ ഒരുപാട് സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന്, കൊറിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ എല്ലാവരും കപ്പലിൻ്റെ ഡെക്ക് തുറന്ന് ഞങ്ങളുടെ കപ്പൽ വന്ന സമയത്ത് പതിയെ അതിലേക്ക് നടന്നു തുടങ്ങി. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന കപ്പൽ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ വളരെയധികം വലിപ്പം തോന്നിയെങ്കിലും അടുത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകുന്നത്. ഒരുപാട് ബസ്സുകളും കാറുകളും അതിൽ കൂടുതൽ ആൾക്കാരെയും വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോകുന്നതെന്നുള്ള സത്യം എനിക്ക് അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കപ്പലുമായി ഘടിപ്പിച്ചിരിക്കുന്ന പാലത്തിലൂടെ നമ്മൾ നടന്നു ചെല്ലുന്നത് വളരെ വിശാലമായ ഒരു ഓഡിറ്റോറിയം പോലെ തോന്നിക്കുന്ന കപ്പലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. യാത്രക്കാർക്ക് ഇരിക്കാനായി ഒരുപാട് ഇരിപ്പിടങ്ങൾ അവിടെ നിരത്തിയിട്ടുണ്ട്. പല ഡയറക്ഷനിലേക്ക്, മുമ്പോട്ട് നോക്കിയിരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം, സൈഡിലേക്ക് ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം. ഞങ്ങൾ എന്നാണെങ്കിലും കടലിൻ്റെ കാഴ്ചകളെല്ലാം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സൈഡിലെ ചെയറുകളിൽ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചു. പക്ഷെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, കപ്പലിൻ്റെ ഈ താഴത്തെ തട്ടിൽ നിന്നും കാണുന്നതിലും ഭംഗിയുള്ള കാഴ്ചകൾ ഒരു പക്ഷേ എനിക്ക് മുകളിലേക്ക് പോയാൽ കാണാൻ പറ്റും. അങ്ങനെ കൂട്ടുകാരോടൊക്കെ അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മുകളിലത്തെ ഡെക്കിൽ എന്താണ് കാഴ്ചകൾ എന്ന് കണ്ടുപിടിക്കാനായി മുകളിലേക്ക് നടന്നു. നടക്കുന്ന വഴി എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പുതിയ കാഴ്ചകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. താഴെ കാറ് പാർക്ക് ചെയ്യുന്ന ബേസ്മെൻറ്റിൽ നിന്നും കയറി വരാനുള്ള പടിക്കെട്ടുകൾ, അതുപോലെ വിശാലമായ ഒരു തുണിക്കട, അവിടെ ആൾക്കാർ വന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്നു, അവർക്ക് ഇഷ്ടമുള്ള സമ്മർ ഡ്രസ്സുകൾ വാങ്ങുന്നു. അങ്ങനെ ഷോപ്പിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ ഒരുപാട് പടിക്കെട്ടുകളൊക്കെ കയറി ഞാൻ കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലെത്തി. അവിടെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. പലരും പല ഉദ്ദേശത്തോടെ ആ വാൻകൂവർ ഐലൻഡ്സിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ചിലർ അവരുടെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ, ചിലർ അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ, അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങൾ ചെലവിടാൻ, ചിലർ ഇന്ന് പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമായിരിക്കും തിരിച്ചു വരുന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പോയി വൈകിട്ട് തന്നെ തിരിച്ചു വരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതെന്താണെങ്കിലും വളരെ നല്ലൊരു തീരുമാനമായെന്ന് എനിക്ക് ഈ ഡെക്കിൽ വന്നപ്പോൾ മനസ്സിലായി. നീലാകാശം, വളരെ നീല നിറത്തിലുള്ള കടൽ രണ്ടും ഇഴുകി ചേർന്ന് അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് യാത്രക്കാരും എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞാണ് ഞാൻ ആലോചിച്ചത്, കൂട്ടുകാരെ ഞാൻ വിളിച്ചില്ല, അവർ താഴെ എന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവരെ വിളിക്കാനായിട്ട് തിരിച്ച് ആ ഡെക്കിലൂടെ തന്നെ നടന്നു. തടി കൊണ്ടാണ് ഇതിൻ്റെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തടിയിലല്ലെങ്കിലും പ്രോസസ്സ് ചെയ്ത തടികളായിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ വൃത്തിയിലും അടുക്കോടും ചിട്ടയോടും കൂടി അറേഞ്ച് ചെയ്ത കപ്പലിൻ്റെ ഉൾഭാഗം. അങ്ങനെ ഞാൻ സുഹൃത്തുക്കളെ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ വീണ്ടും കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്കിലെത്തി. ഇന്ത്യക്കാരുൾപ്പെടെ ഒരുപാട് രാജ്യത്തു നിന്ന് വന്ന ആൾക്കാർ, അവർ കാഴ്ചകളെല്ലാവരും ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള തിരക്കിലാണ്, ചിലർ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളും കുറേ സെൽഫിയൊക്കെ എടുത്തു. അതുപോലെ ഞങ്ങളും കുറേ നല്ല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പകർത്തി.
1960-ലാണ് BC ഫെറി സർവീസ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ എന്ന നമ്മളിപ്പോൾ പുറപ്പെട്ട സ്ഥലത്തെയും അതുപോലെ വാൻകൂവർ ഐലൻഡ്സിലുള്ള നോർത്ത് സിഡ്നി എന്ന സ്ഥലത്തെയും കണക്ട് ചെയ്തുകൊണ്ട് 2 ഷിപ്പുകളാണ് അന്ന് ആദ്യമായിട്ട് യാത്ര തുടങ്ങിയത്. പിന്നീട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ പെട്ടെന്നുള്ളൊരു വളർച്ചയുണ്ടാവുകയും ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതോടെ ഒരുപാട് മറ്റുള്ള ഷിപ്പിംഗ് കമ്പനികളെ അക്വയർ ചെയ്ത് അല്ലെങ്കിൽ അവയെ മേടിച്ചുകൊണ്ട് BC ഫെറി സർവീസ് ഒരു പബ്ലിക് കമ്പനിയായിട്ട് പിന്നീട് മാറുകയായിരുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും BC ഫെറി സർവീസിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സർവീസുകൾ ഉണ്ടാവട്ടെ. ആലപ്പുഴയിലൊക്കെ ഇതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. വളരെ നല്ല സൗകര്യങ്ങളും അതുപോലെ വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവ റൺ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. വെറും $35 മാത്രമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നത് ഇത്രയും നല്ല ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഏകദേശം 50 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണിത്. ഒരുപാട് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഓരോ മണിക്കൂറിൻ്റെ ഇടവേളകളിലും യാത്ര തിരിക്കുന്ന ഈ BC സർവീസുകൾ യാത്രക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കപ്പലുകൾ നമ്മളെ ക്രോസ് ചെയ്ത് നമ്മുടെ മുമ്പിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം കാണുമ്പോൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് പോലെ വലിയ ശബ്ദത്തിൽ അവർ ഹോൺ മുഴക്കുന്നുണ്ട്. റോഡിൽ ഇവിടെ ഹോൺ ആരും മുഴക്കാറില്ലെങ്കിലും കടലിൽ മുഴക്കാറുണ്ടെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ആ ഹോൺ കേൾക്കാൻ തന്നെ വളരെ രസമാണ് കേട്ടോ. വളരെ മുഴക്കത്തോടെ ആ ചുറ്റുപാടുമുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന ഐലൻഡിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഹോൺ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കും. കൂടുതൽ ഭാഗങ്ങളിലും ചുറ്റുപാടും കടലാണ്, അതിനപ്പുറം കുറേ കാടുകളാണ്, പിന്നെ കുറേ സമ്മർ പാലസുകളുണ്ട്. ആൾക്കാർ അവിടെ വന്ന് വീടുകൾ പണിത് വേനൽക്കാല വസതികളുണ്ട്, അവിടെ താമസിക്കുന്നു. അതുപോലെ കുറേ ആൾക്കാർ ബോട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. ഒരുപാട് അഡ്വഞ്ചറസ് സ്പോട്ട് ചെയ്യുന്ന ആൾക്കാർ. ആകാശമൊക്കെ വളരെ മനോഹരമായിരുന്നു ഞങ്ങൾ ഇന്നത്തെ യാത്രയ്ക്ക്. എല്ലാം കൊണ്ടും കാലാവസ്ഥ വളരെ അനുയോജ്യമായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മഴ കാണാറുണ്ടെങ്കിലും ഇന്ന് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര പതിവിലും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്ത് കപ്പൽ വാൻകൂവർ ഐലൻഡ്സിലേക്ക് എത്താറായി. വളരെ മനോഹരമായ കാലാവസ്ഥയാണെങ്കിലും ചെറിയ രീതിയിലുള്ള കാറ്റും അതുപോലെ ചെറിയൊരു തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ കാഴ്ചകളൊന്നും എനിക്ക് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ കപ്പലിൻ്റെ ഉടനീളമുള്ള യാത്രയിൽ ഞാൻ ആ ഡെക്കിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാർ കപ്പൽ തീരത്തേക്ക് അടുക്കാറായപ്പോൾ പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങി, അവരുടെ വാഹനങ്ങളിലേക്ക് മടങ്ങിപ്പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വാൻകൂവർ ഐലൻഡ്സിലേക്ക് പതിയെ എത്തിച്ചേർന്നു. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ എല്ലാവരും വരിയായി കപ്പലിൽ നിന്ന് പതുക്കെ കപ്പലുമായി കണക്ട് ചെയ്തിരിക്കുന്ന പാലത്തിലൂടെ തന്നെ പുറത്തേക്കുള്ള വഴിയിലേക്ക് പതുക്കെ നടന്നു തുടങ്ങി. ഞങ്ങളും അവരുടെ ഒപ്പം പതുക്കെ നടന്നു. ഞാൻ കുറേ കാഴ്ചകൾ പകർത്തി. ആൾക്കാരിങ്ങനെ നടന്നിറങ്ങുന്നതും അതുപോലെ കപ്പലിൽ നിന്ന് വാഹനങ്ങൾ പതുക്കെ ഓടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ പകർത്തി. നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരാണ് അവിടെ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നത്. കുറേ പേർ അവരുടെ വീടുകളിലേക്ക് അന്നത്തെ അവധി ദിനം ആഘോഷിച്ച് പിറ്റേ ദിവസം മടങ്ങിപ്പോകാൻ നിൽക്കുന്നവർ, ഒരുപാട് ആൾക്കാർ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഞങ്ങളെപ്പോലെ നമ്മുടെ ഫെറിയിൽ വന്നിറങ്ങിയ മറ്റു ചിലർ, അവരെല്ലാവരും കൂടി ആ പ്രദേശം മുഴുവനായിട്ട് വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടു. മറ്റ് യാത്രക്കാരോടൊപ്പം ഞങ്ങളും പതുക്കെ എസ്കലേറ്ററിൽ കയറി ടെർമിനലിന് പുറത്തേക്ക് എത്തി. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സുകൾ, തിരുവനന്തപുരം സിറ്റിയിൽ കണ്ടിട്ടുള്ള പോലത്തെ ഡബിൾ ഡെക്കർ ബസ്സുകൾ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് വാൻകൂവർ ഐലൻഡ്സിലുള്ള പല ഡെസ്റ്റിനേഷനുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ബസ്സുകൾ വന്നു തുടങ്ങി. ഓരോ ആൾക്കാരും ക്യൂ നിന്ന് അവർ നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തവരുണ്ട്, അല്ലെങ്കിൽ അവിടെ വന്ന് സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരും വരിയായിട്ട് പതിയെ ബസ്സിലേക്കൊക്കെ നടന്നു നീങ്ങി. പക്ഷേ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, പേരൻസിനെ മീറ്റ് ചെയ്യാമെന്ന മക്കൾ, അവരെല്ലാവരും ഉണ്ട്. അപ്പം ചിലർ കാറുകളിൽ കയറി അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ. പക്ഷേ ഞങ്ങളുടെ വന്നിറങ്ങിയപ്പോൾ തന്നെയുള്ള പ്ലാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിക്കുക, നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആ ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ പതുക്കെ ഗൂഗിൾ മാപ്പ് നോക്കി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി പതിയെ അങ്ങോട്ട് നടന്നു. ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിരിക്കുന്നത് ഒരു കാടിൻ്റെ നടുവിലാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അത് ആദ്യം മനസ്സിലായില്ല. പക്ഷേ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി. ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയ കാടിനുള്ളിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സ്റ്റോൺ ഹൗസ് പബ് എന്നാണ്. പേര് പോലെ തന്നെ മരങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായ, ഒരു മനുഷ്യനെ പോലും കാണാൻ കിട്ടാത്ത കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയൊരു കെട്ടിടം, അതാണ് സ്റ്റോൺ ഹൗസ് പബ്. 1865 ഈ പബ്ബ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്.
അന്ന് മുതലുള്ള കാനഡയുടെ ചരിത്രത്തെ വിളിച്ചോതുന്ന രീതിയിലാണ് അതിൻ്റെ ആർക്കിടെക്ചറും ഭംഗിയും. ഇത്രയും വ്യത്യസ്തമായൊരു റെസ്റ്റോറൻറ്റോ പബ്ബോ ഞാൻ ഇതുവരെ പോയിട്ടുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയത്. ഒരുപക്ഷെ ഞങ്ങളാണെന്ന് തോന്നുന്നു അന്നത്തെ അവിടുത്തെ ആദ്യത്തെ അതിഥികൾ. കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ളിലെ കാഴ്ചകൾ പൂർണ്ണമായിട്ടും പകർത്തിയെടുക്കാൻ പറ്റി. തടി കൊണ്ട് നിർമ്മിച്ച ജനലുകളും വാതിലുകളും ഭിത്തികളൊക്കെ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ഓരോ ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആകെ ഒരു വെയിട്രസ്സാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയോടും അടുക്കും ചിട്ടയോടും കാര്യക്ഷമതയോടും കൂടി തന്നെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നെന്ന് പറഞ്ഞ പോലെ കാനഡയിൽ ചെന്നാൽ പിന്നെ ബർഗറും അതുപോലെ മെക്സിക്കൻ ഫുഡും ഒക്കെയാണ് അവിടെ കൂടുതൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇഷ്ടമല്ലാതെയും ഇഷ്ടമായിട്ടും ഒക്കെ കഴിച്ച് തീർത്ത് വിശപ്പ് മാറ്റി ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര പതുക്കെ ആരംഭിച്ചു. ഏകദേശം 100,000-ഓളം ആൾക്കാർ താമസിക്കുന്ന ഒരു സിറ്റിയാണ് കാനഡയിലെ പ്രൊവിൻസായ ബ്രിട്ടീഷ് കൊളംബിയയുടെ തലസ്ഥാനം കൂടിയായ വിക്ടോറിയ എന്ന് പറയുന്ന ഈ നഗരം. വാൻകൂവർ ഐലൻഡ്സിൻ്റെ തെക്കേ അറ്റത്തായിട്ടാണ് വിക്ടോറിയ എന്ന് പറയുന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള രാജ്യം അമേരിക്ക ആയതുകൊണ്ട് തന്നെ സിയാറ്റിൽ എന്ന അമേരിക്കയിലെ സ്ഥലത്ത് നിന്നും ഏകദേശം 100 കിലോമീറ്ററും അതുപോലെ വാഷിങ്ടൺ DC-യിൽ നിന്നും വെറും 40 കിലോമീറ്ററും മാത്രമേ വിക്ടോറിയയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൂ. സീ പ്ലെയിൻ സർവീസ് വഴിയോ ഇല്ലെങ്കിൽ ഫെറി സർവീസ് വഴിയോ തന്നെ അമേരിക്കയിൽ നിന്നും നമുക്ക് വിക്ടോറിയയിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാരാണ് കാനഡക്കാരെ പോലെ തന്നെ, കാനഡയിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ പോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഒരുപാട് സഞ്ചാരികളാണ് ദിവസേന ഈ വിക്ടോറിയയിലേക്ക് അവരുടെ സ്ഥലങ്ങൾ കാണാനും അവധി ആഘോഷിക്കാനുമായിട്ട് എത്തിച്ചേരുന്നത്. പാർലമെൻറ്റ് മന്ദിരങ്ങൾ ഉൾപ്പെടെ പല ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ബസ്സിൽ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് അഡ്വഞ്ചറസ് സ്പോട്ടുകൾക്കൊക്കെ വളരെ പ്രസിദ്ധി ആർജിച്ച വൈൽഡ് പ്ലേ എന്ന് പറയുന്ന വിക്ടോറിയയിലെ ഒരു സ്ഥലത്തേക്കാണ്. ബസ്സിൽ നിന്നിറങ്ങി ഏകദേശം 15 മിനിറ്റോളം നടന്നു വേണം നമുക്ക് വൈൽഡ് പ്ലേ എന്ന് പറയുന്ന ഈ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാനഡയിൽ വരുന്നവർ നിങ്ങൾക്ക് സാഹസികത ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്ലേസാണ് വൈൽഡ് പ്ലേ. ബസ് ഇറങ്ങി നമ്മൾ നടന്നു പോകുന്ന വഴി വളരെ മനോഹരമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇലകളും പൂക്കളും കൊണ്ടൊക്കെ വഴി അലങ്കരിച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതുപോലെ ഭംഗിയായിട്ടാണ് ഓരോ സ്ഥലവും നിൽക്കുന്നത്. ഈ വഴി നേരെ നമ്മൾ നടന്ന് ചെല്ലുന്നത് വലിയൊരു ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്കാണ്. ആ ഗ്രൗണ്ടിൽ കുറേയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളുണ്ട്, ഒരു സൈക്കിള് ഓടിക്കാനുള്ള ട്രാക്കുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കായിക ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വൈൽഡ് പ്ലേയിൽ എത്തിച്ചേർന്നു. അവിടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ ആക്സ് ത്രോയിങ് ആണ് ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പണ്ട് നമ്മുടെ പൂർവികർ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കോടാലി ഉപയോഗിച്ച് എറിഞ്ഞു വീഴിക്കുന്നത് പോലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കോടാലി എറിഞ്ഞ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. അതിൻ്റെ ഡെമോയാണ് ഞങ്ങൾക്ക് ടെറി എന്ന് പറയുന്ന ഈ പെൺകുട്ടി കാണിച്ചു തന്നിരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 2 കൈ കൊണ്ടും കോടാലി തലയുടെ പുറകിൽ പിടിച്ച ശേഷം നിങ്ങൾ ലക്ഷ്യസ്ഥാനം നോക്കി എറിയുക. അങ്ങനെ നമ്മൾ അതിലെത്ര തറപ്പിക്കുന്നോ അതിൻ്റെ പോയിൻ്റ് അനുസരിച്ച് ഒരു വിജയിയെ തീരുമാനിക്കും. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചെങ്കിലും ആർക്കും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. കോടാലി അവിടെ പോയി ഇടിച്ച് താഴെ വീണതല്ലാതെ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് തറച്ചതുമില്ല. പക്ഷെ പതിയെ ഞങ്ങൾ അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും തന്നെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചു. കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും വളരെ അധ്വാനം വേണ്ട ഒരു ജോലിയാണെന്ന് അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ആ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ ഫെറി വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ പതിയെ തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. അവിടെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു ബസ് കണ്ടെത്തി. ഒരു ഡബിൾ ഡെക്കർ ബസ്സായിരുന്നത്. അതിൽ കയറി അതിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് പൂർണ്ണമായിട്ടും സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങളും പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്ത്യക്കാരാണെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനം തരുന്ന കാര്യമാണ്. കാനഡയിലെ തന്നെ കൃഷി മേഖലയിൽ ഇന്ത്യക്കാർക്ക് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ കൂടുതൽ തന്നെ പഞ്ചാബി കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഫെറിയിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് കുറച്ച് ചിക്കനും ബ്രൊക്കോളിയും ക്യാരറ്റും കുറേയധികം വെജിറ്റബിൾസും റൈസും ഒക്കെ ആയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായൊരു ഭക്ഷണം. എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ
കടലിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ വൈകുന്നേര കാഴ്ചകളിലേക്ക് മടങ്ങിപ്പോയി. ഒരുപാട് പേര് വീണ്ടും വൈകിട്ട് കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്കിൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. കുറേ അധികം കുട്ടികൾ, കോളേജ് കുട്ടികൾ, അവരെന്തൊക്കെയോ കോയിൻ വെച്ചുള്ള കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. കുറേ പേര് ബുക്ക് വായിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പേര് പ്രകൃതിയിലേക്ക് കണ്ണു നട്ട് അവരുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഡെക്കിൽ നമുക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും ഒരു ദീർഘയാത്ര കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ പ്രതീക്ഷയിലാണ്. വളരെ നല്ലൊരു ദിവസമായിരിക്കും എല്ലാവർക്കും ഇന്നുണ്ടായിരിക്കുക. ഒരുപാട് നല്ല കാഴ്ചകളും ഭാവിയിലേക്ക് ഓർത്തെടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല ഓർമ്മകളും ഒക്കെ സമ്മാനിച്ച വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു ഇത്. പ്രകൃതി പതിയെ നീല നിറത്തിൽ നിന്നും ഒരു ചുവന്ന നിറത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ച് കഴിഞ്ഞു. അങ്ങനെ നേരെ ഇരുട്ടിത്തിളങ്ങുകയാണ്. കാനഡയുടെ പതാക ആ കപ്പലിൻ്റെ പുറകിൽ കാറ്റിലിങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. യാത്ര ചെയ്ത് കുറച്ച് ക്ഷീണിച്ചെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് സന്തോഷവും തന്ന വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു ഇത്. എല്ലാവരും എൻ്റെ ഒപ്പം യാത്ര ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ബൈ ബൈ.